ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് പഴകിയ വീഡിയോയാണ് കേട്ടോ. അതായത് നമ്മൾ അപ്ലോഡ് ആക്കാതെ നമ്മുടെ ഗാലറി കിടന്നിട്ടുള്ളൊരു വീഡിയോയാണ്. റംലാനായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗാലറിയിൽ കുറച്ച് വീഡിയോ കിടപ്പുണ്ട്, അത് ഞാനൊന്ന് അപ്ലോഡ് ആക്കിയതിന് ശേഷം റംലാൻ വ്ളോഗ് ഇടുമെന്ന്. പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ 2-3 വീഡിയോ നമ്മൾ എടുത്ത് വെച്ചത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി അങ്ങോട്ട് 2-3 ദിവസം ആ വീഡിയോ ഇട്ടങ്ങ് തീർക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം എനിക്ക് പുതിയ വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അന്നത്തെ ഒരു ഉച്ചയൂണിൻ്റെയൊക്കെ കാര്യങ്ങളാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നനച്ചുളി പരിപാടി നടത്തി, നമ്മൾ വീട് ക്ലീനിങ്ങൊക്കെ നടത്തിയില്ലേ, ആ ടൈമിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പറിച്ചുകൊണ്ട് വന്നതാണോ തലേന്ന് അച്ചാറിട്ടിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ചീര കൊണ്ടുവച്ചിട്ടുണ്ട്, ചീരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അനിയത്തി അവിടെ മുറ്റമൊക്കെ അടിക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. പിന്നെ എന്താ, നമ്മൾ കുറച്ച് ഭാഗമൊക്കെ തീ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന്. അപ്പോൾ കുറേ കൂടെ തീ ഇടാനുണ്ടായിരുന്നു. ആ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ കരിയിലയുണ്ട്, പ്ലാവിൻ്റെയും മാവിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. നമ്മുടെ പയറുണ്ടല്ലോ, പയർ ആ ബോക്സിൽ നിന്നിട്ടുള്ള പയറുണ്ടല്ലോ, നല്ലതുപോലെ വള്ളിയൊക്കെ വീശിയതല്ലേ, അത് പന്നി കയറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതെന്തായാലും വാടിക്കരിഞ്ഞു പോയി. അപ്പോൾ വള്ളി മാത്രമേ ഉള്ളൂ, ഇലകളൊന്നുമില്ല. അതിൻ്റെ മൂടൊക്കെ തോണ്ടി എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട്. 2-3 മരക്കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് കപ്പ ചീനി. അപ്പോൾ അതൊക്കെ ഒരുവിധമൊക്കെ ആയി നിന്നതായിരുന്നു കേട്ടോ. അതും കുത്തിമലത്തി ഇട്ടിട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ അനിയത്തി അവിടെ മുറ്റമൊക്കെ അടിക്കുവാണ്. ഞാൻ വന്നിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് കറിയൊക്കെ വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ചീര എടുത്ത് ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. തലേന്ന് എപ്പോഴോ കൊണ്ടുവച്ചിട്ടുള്ള ചീരയാണെന്ന് തോന്നുന്നു, അതോ ഇനി അന്ന് കൊണ്ടുവന്നതാണോ അറിയത്തില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും അന്ന് മീൻ മേടിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മീനില്ല. ഞാനതുകൊണ്ട് മാങ്ങ എടുത്തിട്ട് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടുള്ള കറിയല്ല, മാങ്ങ മാത്രം ഇട്ടിട്ടുള്ളൊരു കറിയാണ്, മാങ്ങാക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയുണ്ട് കേട്ടോ. ചിലപ്പം പകൽ സമയം ഒന്ന് വലുതായിട്ട് തന്നെ ഒന്ന് ചാറിപ്പോവാറുണ്ട്. ചില സമയത്ത് വൈകുന്നേരമായിരിക്കും. ഒരു ദിവസം രാത്രിയായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം നിന്നങ്ങ് പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് നോമ്പിന് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്ന ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നും ചെറിയ മഴക്കോളൊക്കെയാണ്. നേരം വെളുത്തപ്പോഴേ ചെറിയൊരു മന്ദതയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. മഴ പെയ്യുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. അപ്പോൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയിലിട്ട് ഉപ്പും അത് കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചിട്ട് ചട്ടിയിലോട്ടാക്കി നേരെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ചോറ് വെന്ത് കിടക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെ ചോറ് എടുത്തിടത്തില്ല. അതുകൊണ്ട് ചോറ് വെന്ത് കിടക്കുവാണ്. വാർത്തിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ചീരയുടെ തണ്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചീരയുടെ തണ്ട് ഞാനൊന്ന് പ്രത്യേകം അരിഞ്ഞ് മാറ്റി വയ്ക്കും. മറ്റൊന്നുമല്ല, ചീരയ്ക്ക് തണ്ടിന് കുറച്ചും കൂടി ഒന്ന് വേവുണ്ടല്ലോ. ഇലയാണെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും, തണ്ടിന് കുറച്ചും കൂടി വേവുണ്ട്. ഈ തണ്ട് ഞാൻ സാമ്പാറിലിടും കേട്ടോ. സാമ്പാറിലിടാം. പരിപ്പും ചീരയുടെ തണ്ടും മാത്രം ഇട്ട് നമുക്ക് കറി വെക്കാം. സാമ്പാർ കൂടി ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുത്താലും നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി എടുത്തതാണ്. ഇപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ട് തണ്ട് മാത്രം ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യം എണ്ണയിൽ തണ്ടിട്ട് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തണ്ടൊന്ന് അരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇലയും കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുമന്ന ചീരയാണ്. ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നെങ്കിലും ഞാൻ ചക്കക്കുരു എടുത്തില്ല. ഇനി തോരനും ഈ ഇലക്കറികൾ വെക്കുമ്പോൾ ചക്കക്കുരും കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മെനക്കെടാനുള്ളൊരു പരിപാടിയൊന്നും ഞാൻ നിൽക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇലയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ പാത്രം അങ്ങ് കഴുകി മാറ്റി. ഇനിയിപ്പം തേങ്ങ തിരുമ്മി എടുക്കുന്ന പണിയാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ചേവണാണ് കേട്ടോ. അപ്പോൾ തേങ്ങ തിരുമ്മി എടുക്കുകയാണ്. ചാറ് കറിക്ക്, മാങ്ങയുടെ കറിക്കും അതുപോലെ ചീരയുടെ തോരനും വേണ്ടിയിട്ട് ഒരുമിച്ച് തേങ്ങ അങ്ങ് തിരുമ്മി എടുക്കുകയാണ് കേട്ടോ. വീടിനകമെല്ലാം തൂത്ത് ക്ലീൻ ചെയ്ത് കഴുകി ഇറക്കിയല്ല സോറി, തുടച്ചൊക്കെ എടുത്ത് ആ ടൈമിലുള്ള വീഡിയോയാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ അന്നത്തെ ദിവസം നല്ല രീതിയിൽ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണിത്. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതിലൊഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞൊരു മുളകും കൂടെയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പച്ച ചുവയുണ്ടല്ലോ തേങ്ങയുടെ, അതൊന്ന് മാറുന്നത് വരെ അടുപ്പിലോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങ് മുളകും കടുകും കൂടെയൊക്കെ ഒന്ന് താളിച്ചങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ.
വെളിച്ചെണ്ണയിൽ ലേശം മുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും ഈ ഒരു കളറ് കിട്ടും. അങ്ങനെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മാങ്ങാക്കറിയുടെ കാര്യം അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയുടെ തണ്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ. ചില ആളുകൾ കൊച്ചുള്ളിയോ സവോളയൊക്കെ അരിഞ്ഞ് ഈ ഇലത്തോരനിൽ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അതുപോലെ തന്നെ ജീരകം ചേർക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളിവിടെ ജീരകവും ചേർക്കത്തില്ല. ഇലത്തോരൻ വെക്കുന്നതിലും ജീരകം ചേർക്കത്തില്ല കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും മാത്രം. ചിലപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഇടാറില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ആ തണ്ടൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ അങ്ങ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ആ ഒരു ചീരയുടെ വെള്ളത്തിൽ നിന്ന് തന്നെ അതങ്ങ് വെന്ത് കിട്ടിക്കോളും. വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തേങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണ വേണേൽ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ്, ഇല്ലെങ്കിലും വേണ്ട. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ ചിക്കി എടുത്തത്. അങ്ങനെ തോര അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മത്തി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഉണക്കമത്തി, ഉണക്കമീൻ ഉണ്ടായിരുന്നു. അതും കൂടിയൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള, ഇന്നത്തെ അല്ലേ, ഇനിയിപ്പോൾ റമദാൻ ആയതുകൊണ്ട് നീ ഇപ്പോൾ ഈ ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ഇടുന്ന എന്തിനാണെന്നും പറഞ്ഞുള്ള കമൻറ്റ് വരല്ലേ. ഇത് കുറേ ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ എന്തായാലും ഗാലറി കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ, അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചീരത്തോരൻ, മത്തി ഉണക്കമീൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ എപ്പോഴോ ഇട്ട് വെച്ച മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ദിവസത്തെ ഉച്ചയൂണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.